പ്രശാന്ത്, ഇതിൽ നോക്കൂ, ഇപ്പോൾ നമ്മൾ രണ്ട് സ്ഥാനാർത്ഥിയോടും രണ്ട് പ്രതികളോടും ചോദിച്ചതുപോലെ BJPയും കുറച്ച് പ്രതിരോധത്തിലാണ്. ഒന്ന്, കുടകരയുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ആരോപണങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടി നേതൃത്വത്തിനെതിരെ ഉയർന്നു വന്നു. അത് വന്നത് പാളയത്തിൽ നിന്ന് തന്നെയാണ്. മറ്റൊന്ന്, സന്ദീപ് വാര്യർ ഉയർത്തിവിട്ട ഒരു കൊടുങ്കാറ്റാണ്. അത് ഉയർന്നു വന്നതും പാളയത്തിൽ നിന്നാണ്. സന്ദീപ് വാര്യരുടെ ആക്രമണം ഇവിടുത്തെ സ്ഥാനാർത്ഥിക്കെതിരെ നേരിട്ടായിരുന്നു. അപ്പോൾ ആദ്യഘട്ടത്തിൽ മുന്നിലോടാൻ ശ്രമിച്ച BJPക്ക് ഇതാ പ്രചാരണത്തിന്റെ മൂന്നാം ഘട്ടത്തിൽ എത്തുമ്പോഴേക്കും കിതപ്പുണ്ടോ പാലക്കാട്ട്? ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് നേരിടുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസത്തിന് യാതൊരു തരത്തിലുള്ള കുറവില്ല. കാരണം കഴിഞ്ഞ 2011, 2016, 2021 ഈ 3 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ പാറ്റേൺ എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ പാലക്കാട് മണ്ഡലത്തിനകത്ത് വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചിട്ടുള്ള ഒരേ ഒരു പാർട്ടി അത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. 2011 തെരഞ്ഞെടുപ്പിലെ 42% ഉണ്ടായിരുന്ന UDFന്റെ വോട്ട് 2021 38% കുറഞ്ഞിട്ടുണ്ട്. LDFന്റെ വോട്ട് ഷെയർ 2011 പാലക്കാട് നിയോജക മണ്ഡലത്തിനകത്ത് 36% ഉണ്ടായിരുന്നതാണ്. ഈ കഴിഞ്ഞ 2021 25% അത് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടിക്ക് 2011 19% ഉണ്ടായിരുന്ന വോട്ട് ഷെയർ 2021 35% വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ പാലക്കാട് വളരുന്ന ഒരേ ഒരു പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. രണ്ട്, നേരത്തെ സൂചിപ്പിച്ചുകൂടെ ഈ തെരഞ്ഞെടുപ്പിൽ കൊടകര വിഷയമൊക്കെ പ്രശ്നമായിട്ട് വരുന്നുണ്ടോ എന്നൊക്കെ. ഇവിടെ ഈ കൊടകരയുമായി ബന്ധപ്പെട്ട് 2021 മുതൽ നിങ്ങൾ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇവിടെ സംസ്ഥാന സർക്കാരിൻ്റെ ഭരണം പിണറായി വിജയന്റെ കയ്യിൽ തന്നെയാണ്. ഇവിടെ 2021 മുതൽ നിങ്ങൾ പലതരത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തിയിട്ട് ഏതെങ്കിലും ഒരു BJPയുടെ ഭാരവാഹിയെ നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ടോ? സംസ്ഥാന അധ്യക്ഷനെ നിങ്ങൾ വേട്ടയാടി. മഞ്ചേശ്വരം എന്ന് പറഞ്ഞു, കൊടകര എന്ന് പറഞ്ഞു, വയനാട് എന്ന് പറഞ്ഞു. പക്ഷേ എന്തുണ്ടായി? ഏതെങ്കിലും ഒരു കേസിൽ അദ്ദേഹത്തെ ഒരു ദിവസമെങ്കിലും നിങ്ങൾക്ക് ശിക്ഷിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? സാധിച്ചിട്ടില്ല. കാരണം ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് ഇതുപോലുള്ള മുനയൊടിഞ്ഞ ആരോപണങ്ങളുമായി നിങ്ങൾ വരുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ബാധിക്കുന്ന പ്രശ്നമേ അല്ല. പാലക്കാട്ടെ ജനങ്ങള് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ പ്രവർത്തനം എന്തായെന്ന് 2015 തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. ആ 2015 തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നഗരജനത ഭാരതീയ ജനതാ പാർട്ടിക്ക് അധികാരം നൽകി. ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഇല്ലായിരുന്നിട്ട് ഞങ്ങൾക്ക് ഭരിക്കാൻ സാധിച്ചു. പക്ഷേ 2020 വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടി നഗരജനത ഞങ്ങളെ അധികാരത്തിലാക്കി. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു പോയി, പാലക്കാട് നഗരസഭയിൽ അമൃത് പദ്ധതിയുടെ പേരിൽ കോടികളുടെ അഴിമതി നടക്കുന്നുണ്ടെന്ന്. 2015-20 ടേണിലാണ് ആദ്യമായി അമൃത് പദ്ധതിയുടെ ഫണ്ട് വന്നത്. ആ അമൃത് പദ്ധതി ഫണ്ട് കൃത്യമായി വിനിയോഗിച്ചത് ജനങ്ങൾ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ നൽകിയ അംഗീകാരമായിരുന്നു 2020 വീണ്ടും ഞങ്ങൾ അധികാരത്തിൽ വന്നത്. പിന്നെ ഇവിടെ അഴിമതിയെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു തെളിവ് അമൃത പദ്ധതിയുമായി ബന്ധപ്പെട്ട് പാലക്കാട് നഗരസഭയിലെ നിരവധി UDFന്റെ കൗൺസിലർമാരുണ്ട്. ഏതെങ്കിലും ഒരു സിംഗിൾ തെളിവ് അമൃത പദ്ധതിയിൽ? പിന്നെ പറയുന്നുണ്ട് പൊട്ടിയ പൈപ്പ്, അവിടെ ഓടാച്ചാല്. അതൊന്നുമല്ല. നിങ്ങൾക്ക് കോടതിയിൽ പോകാൻ പറ്റുന്ന തരത്തിൽ ഏതെങ്കിലും ഒരു തെളിവുണ്ടെങ്കിൽ ഈ ചർച്ചയിൽ നിങ്ങൾ അത് ഹാജരാക്കുവാൻ തയ്യാറാണ്. വായു കൊണ്ട് അഴിമതി ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. സൗന്ദര്യവൽക്കരണമൊക്കെ നിങ്ങൾ പറഞ്ഞിട്ട് തെളിവ് കാണിച്ചോളൂ. ഞാൻ ചോദിച്ചത് നിങ്ങൾ അമൃത പദ്ധതി അതാണ് നിങ്ങളുടെ തെളിവ്. അതാണ് തെളിവ്. അമൃത പദ്ധതിയിലെ അമൃത പദ്ധതിയിലെ ഈ നഗരത്തിലൂടെ സഞ്ചരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഞാൻ ചോദിച്ചത് നിങ്ങൾ പറഞ്ഞ സൗന്ദര്യവൽക്കരണം എവിടെയാണ്? അഴിമതി തന്നെയാണ്. പാലക്കാടിലെ ജനത ഈ തെരഞ്ഞെടുപ്പിനകത്ത് തെളിയിക്കും. ചേട്ടാ, 2015 മുതൽ നിങ്ങൾ ഇത് പറയുന്നുണ്ട്. 2020 പാലക്കാട്ടെ ജനങ്ങൾ വോട്ട് ചെയ്ത് വീണ്ടും BJPക്ക് വ്യക്തമായ നഗരമധ്യത്തിലൂടെ നടുവൊടിഞ്ഞ് വോട്ട് ചെയ്യുന്ന ഈ പദ്ധതി എന്ന് പറഞ്ഞ് നാട്ടിനകത്ത് മുഴുവൻ റോഡുകളും നശിപ്പിച്ചിട്ടുണ്ട്. ശ്രീകണ്ഠൻ MP
ഉപയോഗിച്ച് ഒരു മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് അവിടെ നിർമ്മിച്ചിട്ടുണ്ട്. ശ്രീ, അത് മുഴുവൻ പറയാം, ആളുകൾ പോയി അത് നോക്കണം. പറയാം, അവിടെ അത് ഒരു പറയാം, ടോയ്ലറ്റ്, അവിടെ അത് ഒരു പറയാം. ടോയ്ലറ്റിന്റെ പേര് പറഞ്ഞ് അത് പറയാം, അത് അവിടെ പറയാം. തുറന്നു കൊടുക്കാത്തവരാണ്. അത് പറയാം. മുഴുവൻ പണിയും പൂർത്തീകരിച്ച മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് 2 ഒരു ലക്ഷം രൂപ ടോയ്ലറ്റിന്റെ നെയിം ബോർഡിന് മാത്രമാണ്. ടോയ്ലറ്റിന്റെ നെയിം ബോർഡിന് പേര് മാത്രം. പറഞ്ഞു അത് തുറന്നു കൊടുക്കാത്ത അഴിമതി മുനിസിപ്പാലിറ്റി. വിട്ടോ? അത് അഴിമതി വിട്ടോ? എല്ലാം അഴിമതി വിഷയമാണ്, വിട്ടോ? എല്ലാം പറയൂ, വിഷയമാണ്, തെളിവ് കാണിക്ക്. അതെല്ലാം വിഷയമാണ്. തെളിവ് കാണിക്ക് ചേട്ടാ. ഒരു തർക്കവും അക്കാര്യത്തിലില്ല. തെളിവ് കാണിക്ക് ചേട്ടാ. അത് തെളിവ്, തെളിവ് ആ തെളിവ് അഴിമതി 20-ാം തീയതി വരും. ഇവിടെ. 20-ാം തീയതി വരും. കേട്ടതല്ലേ? 23-ന് പുറത്ത് വരും. തെളിവ് ഇവിടെ 23-ന് പുറത്ത് വരും. ഒരു അപ്പോൾ നിങ്ങൾക്ക് ചർച്ചയിൽ തിരിയും. പൊതു ചർച്ചയിൽ അഴിമതി ആരോപണം ഉന്നയിക്കണമെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു തെളിവ് കാണിക്കണം വേണ്ടേ? അമൃത് പദ്ധതി അമൃത് പദ്ധതിയിൽ അഴിമതിക്ക് തെളിവുണ്ടോ എന്നുള്ളതാണ് അമൃത് പ്രശാന്തിന്റെ പദ്ധതിയിൽ ചോദ്യം. ആ തെളിവ് ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം തന്നെയാണ്. ഇവർ ഇതാണ്, പറയുന്ന തെളിവ് ചോദിച്ചാൽ അതല്ല, തെളിവ് ഇതാണ്. ഈ നാട്ടിലെ ഇതാണ് ജനങ്ങൾ കുഴപ്പം. അനുഭവിക്കുന്ന ഇതാണ് ദുരിതം. കുഴപ്പം. അമൃത് പദ്ധതിയിലെ ഞാനിത് പൈസ ഓപ്പണായി ചോദിച്ചില്ല. നിങ്ങൾ ഈ ഞാൻ നാളെ മുതൽ മുനിസിപ്പാലിറ്റിയിൽ രാഹുലിന് വേണ്ടി നടപ്പിലാക്കുമെന്ന് പറഞ്ഞ പ്രചരണത്തിനിറങ്ങാം. നിങ്ങൾ അഴിമതിയുടെ തെളിവ് കാണിക്കട്ടെ. അഴിമതിയുടെ തെളിവ് നിങ്ങൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് മുനിസിപ്പാലിറ്റിയിൽ വേണ്ടി പ്രചരണത്തിന് ഇറങ്ങാം. പ്രശാന്ത് പ്രചരണത്തിന് എന്നാണ് പറഞ്ഞത്. ഇറങ്ങാം. അഴിമതിക്ക് തെളിവ് കാണിച്ചാൽ പ്രചരണത്തിൽ ഇറങ്ങേണ്ടി വരും. ഞാൻ ബി.ജെ.പി. പ്രചരണത്തിൽ ശരി, ഇറങ്ങേണ്ടി വരും. ശരി, ശരി. ഒരു തർക്കവും അക്കാര്യത്തിലില്ല. ശരി. ഒരു തർക്കവും അക്കാര്യത്തിലില്ല. ഒരു കാര്യം ഇവർ ഈ പറയുന്ന സമയത്ത് മുനിസിപ്പാലിറ്റിയെ അതിന് ഭരിച്ച് തെളിവ് വേണ്ടേ? മുടിച്ചതിന്റെ ഒരു കാര്യം തെളിവ്, പറയുമ്പോൾ ഭരിച്ചു തെളിവില്ലാതെ മുടിച്ചതിന്റെ തെളിവ് എന്തെങ്കിലും ജനങ്ങൾ അപ്പൊ നിങ്ങൾ തെരഞ്ഞെടുപ്പ്